യെസ്, IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലാണ് മത്സരം. 8 പോയിന്റുള്ള ഡൽഹി പട്ടികയിൽ 2ാം സ്ഥാനത്തും 6 മത്സരങ്ങളിൽ 2 ജയം മാത്രമുള്ള രാജസ്ഥാൻ 8ാം സ്ഥാനത്തുമാണ്. ഹരി ഗോവിന്ദ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഹരി, രാജസ്ഥാൻ ഡൽഹി 2 ടീമുകളും നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവരുടെ പ്രകടനം കണ്ടതാണ്. പക്ഷേ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 8ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. മുന്നോട്ട് കയറി വരണമെങ്കിൽ ജയം അനിവാര്യമാണ്. പക്ഷേ ഡൽഹി കഴിഞ്ഞ മത്സരത്തിൽ ഒന്ന് പതറി വീണു. അപ്പോഴും കരുൺ നായരുടെ പ്രകടനം അവിടെ ബാക്കി നിൽക്കുകയാണ്. കരുൺ ഇന്ന് ആദ്യ 11-ൽ തന്നെ സ്ഥാനം പിടിക്കുമോ? എങ്ങനെയാണ് ഒരു സാധ്യത 11? 2 ടീമുകളുടെയും കഴിഞ്ഞ മത്സരങ്ങളുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സാധ്യതകൾ എങ്ങനെ പ്രവചിക്കാം? മഹേഷ്, തീർച്ചയായും 2 ടീമുകളും അവരുടെ കഴിഞ്ഞ മത്സരം തോറ്റിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മത്സരത്തിലേക്ക് ഒരു വിജയ വഴിയിൽ തിരിച്ചെത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ മത്സരങ്ങളെല്ലാം ജയിച്ചു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ മാത്രം അവർക്കൊന്ന് അടിപതറി. അവർ വിജയിക്കുമെന്നൊരു ഘട്ടത്തിൽ നമ്മൾ തോന്നിപ്പിച്ചു. കരുൺ നായരുടെ ഒരു മികച്ച ഇന്നിംഗ്സ് നമ്മൾ കണ്ടു. വിജയിക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിൽ അവസാന നിമിഷം മുംബൈ ആ കളി തിരിച്ചു പിടിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു വിജയ വഴിയിൽ തിരിച്ചെത്താൻ തന്നെയാവും ഡൽഹി ഇറങ്ങുക. മറിച്ച് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 2 മത്സരങ്ങൾ തോറ്റു. ഗുജറാത്ത് ടൈറ്റൻസിനോടും തോറ്റു. അതോടൊപ്പം തന്നെ RCB-യോട് ഒരു വളരെ വലിയൊരു തോൽവിയും കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ എന്തായാലും അവർക്ക് രാജസ്ഥാൻ ഈ ടൂർണമെന്റിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വിജയം അനിവാര്യമാണ്. 2 ടീമുകളെ നോക്കുമ്പോൾ 2 ടീമുകളും ശക്തർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ചെറിയ പോരായ്മകൾ കൊണ്ട് മാത്രമാണ് ടീമുകൾക്ക് വിജയം നഷ്ടമായത്. നമ്മൾ ഡൽഹിയുടെ ടീമിലേക്ക് നോക്കുമ്പോൾ കരുൺ നായർ ഇന്ന് എന്തായാലും പ്ലേയിങ് 11-ൽ കളിക്കുമെന്നത് ഉറപ്പാണ്. കാരണം ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സാണ് കരുൺ നായർ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത്. വേറെ ഏത് ബാറ്ററി എടുത്ത് നോക്കിയാലും അത്രയും ഒരു ക്ലാസ് ഇന്നിംഗ്സ് കരുൺ നായർ കളിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവരുടെ ലൈനപ്പിലേക്ക് നോക്കുമ്പോൾ ഓപ്പണറായി ജേക്ക് ഫ്രൈസർ മഗർക്കും അതോടൊപ്പം തന്നെ അഭിഷേക് പോറലും ഇറങ്ങാനാണ് സാധ്യത. ഫാഫ് ഡുപ്ലസിന് പരിക്കാണ്. അതുകൊണ്ട് തന്നെ മഗർക്കിന് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിനും സാധ്യത. പക്ഷേ ഡുപ്ലസിന്റെ പരിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫ്രൈക്ക് മഗർക്കിന് പകരം ഡുപ്ലസിസ് ആദ്യ ലെവലിലേക്ക് വന്നേക്കും. പിന്നെ KL രാഹുലാണ് ഇറങ്ങുക. അവർക്ക് 1 ഡൗൺ ആയി. പിന്നെയാണ് കരുൺ നായർക്ക് അവസരം വരിക. കരുൺ നായർ 2 ഡൗൺ ആയി കരുൺ നായർ ഇറങ്ങുമെന്നാണ് കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ അവസരം ഉണ്ടാകും. ആ ഒരു ഫോം അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് ഉണ്ട്, നായകൻ അക്ഷർ പട്ടേൽ ഉണ്ട്, അശുതോഷ് ശർമ്മയുണ്ട്. അങ്ങനെ ഒരു നീണ്ട ബാറ്റിംഗ് ലൈനപ്പ് തന്നെ ഡൽഹിക്കുണ്ട്. ബൗളിംഗിലേക്ക് വരുമ്പോൾ അവരുടെ കുന്തമുന മിച്ചൽ സ്റ്റാർക്കാണ്. ഒപ്പം മോഹിത് ശർമ്മയുണ്ട്. സ്പിന്നുമായി കുൽദീപ് യാദവ് ഉണ്ട്. അതോടൊപ്പം തന്നെ മുകേഷ് കുമാർ ഉണ്ട്. ഒപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലും ഒരുപാട് ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ബൗളിങ്ങിന് അല്പം ശക്തർ തന്നെയാണ്. രാജസ്ഥാൻ നിരയിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാൾ ഫോമിലേക്ക് എത്തിയത് രാജസ്ഥാൻ അല്പം കരുത്താണ്. ഓപ്പണിംഗിൽ ജയ്സ്വാൾ വീണ്ടും റൺസ് കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ജു സാംസണിൽ തന്നെ ടീമിന്റെ പ്രതീക്ഷകൾ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. സാംസൺ ഫോമിലേക്ക് എത്തേണ്ടത് ടീമിന്റെയും അതോടൊപ്പം തന്നെ സഞ്ജു സാംസണിന്റെയും ആവശ്യം തന്നെയാണ്. അപ്പോൾ സഞ്ജു സാംസൺ എന്നൊരു വലിയ ഇന്നിംഗ്സ് കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം നിതീഷ് റാനയുണ്ട്. ഫോമിന്റെ സൂചനകളൊക്കെ നൽകിയ താരമാണ്. റിയാൻ പരാഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ധ്രുവ് ചൂറൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. വലിയ അടികളുമായി ഷിംറോൺ ഹിറ്റ്മേർ ഉണ്ട്. അപ്പോൾ ഒരു വലിയ ബാറ്റിംഗ് ലൈനപ്പ് രാജസ്ഥാനുമുണ്ട്. ബൗളിംഗിലേക്ക് വരുമ്പോൾ ജോഫ്രെ ആർച്ചർ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാനിഡു ഹസരംഗ സ്പിന്ന്, അതോടൊപ്പം തന്നെ മഹേഷ് തീക്ഷണയുണ്ട്, സന്ദീപ് ശർമ്മയുണ്ട്. അപ്പോൾ രാജസ്ഥാനും ടീം ഒട്ടും മോശമല്ല. പക്ഷേ എന്തായാലും ഇന്ന് ഉറ്റുനോക്കുന്നത് കരുൺ നായരുടെ ഒരു പ്രകടനം തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഒരു കരുണയും ഇല്ലാതെ കരുൺ എല്ലാ ബൗളർമാരെയും പ്രഹരിക്കും നമ്മൾ കണ്ടു. അപ്പോൾ കരുൺ നായർ തന്നെയായിരിക്കും ഇന്ന് 2 ടീമുകളും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് കരുതുന്നത് മഹേഷ്. യെസ്, അതാണ് ഒരു അഡ്വാൻറ്റേജ് ഡൽഹിക്ക് ഉണ്ടാകും. അത് കരുൺ നായരുടെ ബാറ്റിൽ നിന്നാവും, അല്ലെങ്കിൽ കരുൺ നായരുടെ പ്രകടനം. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു ജസ്പ്രീത് ബുംറയെ നിരന്തരം പ്രഹരിച്ച കരുൺ നായർ എൻ്റെ വരവ് ഇതാണ് എന്ന് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭയക്കണം സഞ്ജുപ്പട ഇന്ന് കരുൺ നായരെ. അതാണ്. ഓക്കെ, തുടരണം ഹരിഗോവിന്ദ്. നമുക്കൊരു കണക്ക് നോക്കാം. ഡൽഹിയും രാജസ്ഥാനും ഇതുവരെ ഏറ്റുമുട്ടിയത് 29 മത്സരങ്ങളിലാണ്. 14 തവണ ഡൽഹി ക്യാപിറ്റൽസ് ജയിച്ചു. 15 തവണയാണ് രാജസ്ഥാൻ ജയിച്ചിരിക്കുന്നത്. നേരിയ വ്യത്യാസം, ഒരു മത്സരത്തിന് വ്യത്യാസം മാത്രം. ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ഡൽഹി 221 അവരുടെ സ്കോർ, ഉയർന്ന സ്കോർ. പക്ഷെ അത് മറികടന്നിട്ടുണ്ട് രാജസ്ഥാൻ. 222 അടിച്ച് ആ സ്കോർ മറികടന്നിട്ടുണ്ട് രാജസ്ഥാൻ. അപ്പോൾ അതാണ് ഉയർന്ന സ്കോർ. കുറഞ്ഞ സ്കോർ എന്ന് പറയുന്നത് ഡൽഹി 60 റൺസിന് ഓൾ ഔട്ടായ ഒരു ചരിത്രമുണ്ട്. ഒപ്പം രാജസ്ഥാൻ 115 റൺസ് മാത്രം എടുത്ത ഒരു ചരിത്രമുണ്ട്. 2 ടീമും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 14-15. അപ്പോൾ ഇന്ന് ആര് ജയിക്കും? അത് ഈക്വൽ ആകുമോ അതല്ല 16-14 ആകുമോ എന്ന് നമുക്ക് നോക്കാം.